വെൽക്കം ടു ഐലേൺ IAS ഇഗ്നൈറ്റ് ഫൗണ്ടേഷൻ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 27 ശനിയാഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ദ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഈ രണ്ട് ന്യൂസ് പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ MiG-21 ആ ഒരു ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ ഡീകമ്മീഷൻ ചെയ്തു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ചീരോ ആർച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിൻ്റെ ചീരോസ് എന്ന് പറയുന്നത്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് അപ്ഗ്രേഡിങ് ഷിപ്പ് യാർഡ്സിനെ കുറിച്ചൊരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോണറ്റ് മക്കാഗിൻ്റെ റീക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അബ്സ്പ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നു. അതുപോലെ തന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ട്രംപ് പുതിയ താരിഫ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നോക്കണം. അതുപോലെ തന്നെ ബാൻ ഓൺ ഫയർ ക്രാക്കേഴ്സ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആർട്ടിക്കിളിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് MiG-21 കുറിച്ചാണ്. MiG-21 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിൽ നമ്മൾ ഡിഫൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫൈറ്റർ ജെറ്റുകളാണ് MiG-21 എന്ന് പറയുന്നത്. ഇന്ത്യയുടെയും റഷ്യയുടെയും കൂടെയുള്ളതാണ് MiG-21 എന്ന് പറയുന്നത്. റഷ്യയിൽ നിന്നാണ് നമ്മൾ MiG-21 വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു MiG-21 നമ്മൾ ഇന്നലെ ഡീകമ്മീഷൻ ചെയ്തു. ഡീകമ്മീഷൻ ചെയ്യുന്ന ആ ഒരു പിക്ചേഴ്സൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അതിന് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലൈയിങ് സെറിമണി, അത് കഴിഞ്ഞ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും CDSും എല്ലാവരും ആ ഒരു സെറിമണിയിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഡീകമ്മീഷനിങ് MiG-21 എന്ന് പറയുന്നത് അതൊരു കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഡീകമ്മീഷൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാൻ നല്ല രസമൊക്കെയാണ്. ദെൻ നമ്മുടെ MiG-21 റിലേറ്റഡ് വന്നിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ ആണ്. MiG-21 ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ഡീകമ്മീഷൻ ചെയ്തു. നമ്മുടെ ഫൈനൽ 2 MiG-21 രണ്ട് ക്ലാസ്സസ് ആയിരുന്നു. നമ്പർ 23 പാന്തേഴ്സ്, അതുപോലെ തന്നെ നമ്പർ 3 കോബ്രാസ് എന്ന് പറയുന്ന രണ്ട് സ്ക്വാഡ്രൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ആ ഓപ്പറേറ്റഡ് ആയിരുന്ന 36 ജെറ്റ്സിനെ നമ്മൾ ഇന്നലെ ഡീകമ്മീഷൻ ചെയ്തു. ഇനി MiG-21 എന്ന് പറയുന്ന കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള ജെറ്റ്സുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ ചണ്ഡീഗഡിൽ വെച്ചിട്ട് ഡീകമ്മീഷനിങ് സെറിമണി ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇതിനെ ഡീകമ്മീഷൻ ചെയ്തത്. ദെൻ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1963 നമ്മുടെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ അടുത്തുനിന്ന് MiG-21 ഇന്ത്യയിലേക്ക് നമ്മുടെ സർവീസിലേക്കിട്ട് വരുന്നത്. ദെൻ ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തിൽ MiG-21 ഒരു പവർ, ഇന്ത്യയുടെ ഒരു ഡിഫൻസ് സിസ്റ്റത്തിൽ MiG-21 വഹിച്ച പദവി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഡീകമ്മീഷനിങ് സെറിമണി നോക്കിയാൽ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെയാണ് ആർമി സ്റ്റാഫ്സിനൊക്കെ IAF സ്റ്റാഫ്സിനൊക്കെ അതിനൊക്കെ ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ വേൾഡിലെ തന്നെ, അതായത് പ്ലാനറ്റിലെ തന്നെ ബെസ്റ്റ് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നായിരുന്നു നമ്മുടെ MiG-21 എന്ന് പറയുന്നത്. നമ്മുടെ എയർ ടു എയർ കോമ്പാക്റ്റിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫൈറ്റർ ജെറ്റാണ്. ഇൻ്റർസെപ്റ്റ് എനിമി എയർക്രാഫ്റ്റ് സിസ്റ്റത്തിന് വരെ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സിസ്റ്റമാണ് MiG-21 എന്ന് പറയുന്നത്. നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ മിഖോയൻ ഖുറാവിക് ഡിസൈൻ ബ്യൂറോ എന്നാണ് നമ്മൾ MiG-21 നമ്മുടെ ഇതിലേക്ക് എടുക്കുന്നത്. ദെൻ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വാറുകളും 1965 ഇന്ത്യ പാക് വാർ, 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, അതുപോലെ തന്നെ 1999 കാർഗിൽ കോൺഫ്ലിക്റ്റ്, എന്തിനാ നമ്മുടെ 2025 ഓപ്പറേഷൻ സിന്ദൂർ വരേക്കും നമ്മൾ MiG-21 ഇതുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ 700ഓളം മോർ ദാൻ ഡിഫറെൻറ്റ് വേരിയൻസ് നമ്മൾ ഇതിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വേരിയൻ്റ് ആണ് നമ്മുടെ ബൈസൺ എന്ന് പറയുന്നത്, BIS വേരിയൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് മോഡേൺ ഏവിയോണിക്സ് ആൻഡ് റഡാർ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ബൈസൺ വേരിയൻറ്റിന്.
ദെൻ ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 1960s തുടങ്ങിയ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് എയർക്രാഫ്റ്റ് എൻജിൻസിന്, അതുപോലെ തന്നെ ഫ്ലെയിമിംഗ് ഉണ്ടായിരുന്നു വിത്തൗട്ട് നോയ്സ്, അതുപോലെ തന്നെ സിംഗിൾ എൻജിൻ എയർക്രാഫ്റ്റ് ആണ്, അതിൻ്റെ ഫ്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 500ഓളം MiG-25 ക്രാഷ് ആയിട്ടുണ്ട്. അത് 16 ഇയേഴ്സിൽ മൊത്തത്തിലൊരു 170 പൈലറ്റ്സിൻ്റെ ഡെത്തിന് വരെ കാരണമായിട്ടുണ്ട്. ദെൻ 20 എയർക്രാഫ്റ്റ് 2010 വരെ നോക്കിക്കഴിഞ്ഞാൽ 20 എയർക്രാഫ്റ്റുകൾ അത് ക്രാഷ് ആയിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏജ് ഓൾഡ് ആയിട്ടുള്ളൊരു ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മളതിനെ ഡീകമ്മീഷൻ ചെയ്യുന്നത്. നമുക്ക് അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന MiG-21 പോയി കഴിഞ്ഞാൽ, ആ ഒരു സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന കാറ്റഗറി അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ നെക്സ്റ്റ് നമുക്ക് എടുത്തു പറയാനായിട്ട് വരുന്നത് നമ്മുടെ LCA ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തേജസ് MK-1 ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നെങ്കിലും നമുക്ക് അടുത്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ റഫാൽ സിസ്റ്റം, അതും നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടാണ് വരാനായിട്ട് പോകുന്നത്. ദെൻ നമ്മുടെ സുഗോയ് 13 MKV എന്ന് പറയുന്ന നമ്മുടെ 13 സൂപ്പർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫൈറ്റർ ജെറ്റ്, ഇതൊക്കെയാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ MiG-29S, അതുപോലെ തന്നെ ജാഗോസ് മിറാജ് 2006, ഇതൊക്കെ എന്താണ് 2035 ആകുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ നമ്മൾ ഫേസ് ഔട്ട് ചെയ്യാനായിട്ട് പോകണം. കാരണം ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇതാണ്. ഇനി വരാനായിട്ട് പോകുന്നതാണ് നമ്മുടെ തേജസ്, റഫാൽ, അതുപോലെ തന്നെ സുഖോയി, ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകളെയൊക്കെ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പ്ലെയിനിൽ നോക്കാനായിട്ടുള്ളത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, ഇപ്പോൾ നമ്മൾ പ്രീവിയസിൽ കണ്ടത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ തന്നെ എക്സ്പ്ലെയിൻ ആണ്. ഇതും നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ ആണ് എബൌട്ട് ചീരോ ആർച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ IPL, അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ISL, അതുപോലെ തന്നെ കബഡി പ്രീമിയർ ലീഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആർച്ചറി ഉണ്ടല്ലോ, അമ്പെയ്ത്തിൻ്റെ ഒരു പ്രീമിയർ ലീഗ് കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ ആർച്ചറി പ്രീമിയർ ലീഗിന് നമ്മുടെ ജാർഖണ്ഡിൽ നിന്നുള്ള ടീം, ആ ഒരു ടീമിൻ്റെ നെയിം ഇവർ ചീരോ ആർച്ചേഴ്സ് എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ചീരോ ആർച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ആരാണ് ഈ ചീരോ ആർച്ചേഴ്സ്, അവരുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചീരോ ആർച്ചേഴ്സ് എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നൊരു ലെജൻഡറി ആയിട്ടുള്ള വാരിയർ ക്ലാനാണ് ചീരോസ് എന്ന് പറയുന്നത്. ഈ ചീരോസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. അതുപോലെ തന്നെ അവർ മിഡീവൽ പീരീഡിലാണ്, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ടൈമിലായിരുന്നു ചീരോസ് പ്രൊമിനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവരെ മെയിനിൽ നമ്മൾ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പലാമു എന്ന് പറയുന്ന ഏരിയ ആണ്. വെപ്പൺസ് വെർ സിമ്പിൾസ് ഓഫ് ഡിഫൈൻസ് ആൻഡ് ഡിഫൈൻ ദെയർ സ്റ്റോറീസ്. അത് അവർ മെയിനായിട്ട് കാണപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് പലാംപൂർ ജാർഖണ്ഡ്, അതുപോലെ തന്നെ ഷഹാബാദ് ബീഹാർ, അതുപോലെ തന്നെ ഈസ്റ്റേൺ UP, ഈ ഒരു റീജിയൻസിലാണ് അവർ കണ്ടിരുന്നത്. ഇവരുടെ ആർച്ചറി സ്കിൽസ് എന്ന് പറഞ്ഞാൽ വളരെ അധികം അപ്ഗ്രേഡിങ് ആയിരുന്നു. അതുപോലെ തന്നെ അവർക്കെതിരെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ എനിമീസിനെയും അവർ ഈ ആർച്ചറി സ്കിൽസ് വെച്ചിട്ട് ചേർത്ത് നിൽക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ആൾക്കാർക്കെതിരെ, ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾസിനെതിരെ, അതുപോലെ തന്നെ മുഗൾസിനെതിരെയും ഈ ബോ ആൻഡ് ആരോ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ പറയുന്ന ചീരോസ് എന്ന് പറയുന്നത്. ദെൻ 16th അതുപോലെ തന്നെ 17th സെഞ്ചുറിയിലുള്ള മേദിനി റായ് എന്ന് പറയുന്ന അവരുടെ ആ ക്ലാനിലെ ലീഡറാണ് ചീരോസിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. ആ ജാർഖണ്ഡിലുള്ള മേദിനി നഗർ എന്ന് പറയുന്നൊരു നഗർ ഈ ചീരോ ക്ലാനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേദിനി റായുടെ പേരിലാണ് മേദിനി നഗർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചീരോ നെപ്പോളിയൻ എന്നാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള അവരാണ് ഈ ചീരോസ് എന്ന് പറയുന്നത്. ദെൻ മുഗൾസിൻ്റെ എതിരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഗൾസിനെതിരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫോർട്ടിഫിക്കേഷൻ, അവർക്ക് എതിരായിട്ട് പലാംപൂർ ഫോർട്ട് പണിതത് ഈ പറയുന്ന ചീരോസ് ആണ്. മെയിൻലി
ഔറംഗസേബിന് എതിരെയുള്ള ടൈമിലാണ് ഈ ഒരു ബാറ്റിൽസ് ഒക്കെ നടക്കുന്നത്. ദെൻ ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ബാറ്റിൽസും ഇവർ നടത്തിയിട്ടുണ്ട്. മെയിൻലി ട്രൈബൽ പീപ്പിൾസ് ആണല്ലോ. അപ്പം നോർത്ത് ഈസ്റ്റിലുള്ള ട്രൈബൽ ഏരിയാസിലേക്ക് ബ്രിട്ടീഷുകാരുടെ അധിനിവേശം വന്ന സമയത്ത്, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ റിഫോംസിനെതിരായിട്ട് 18th 19th സെഞ്ച്വറീസിൽ നമ്മുടെ അതർ ട്രൈബൽ ക്ലാൻസ് ആയിട്ടുള്ള സന്താൽസ്, അതുപോലെ തന്നെ മുണ്ടാസും ഒറോഗൺസും ഇവരൊക്കെ ആയിട്ട് കൂടി ചേർന്നിട്ട് ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ചീരോസ് എന്ന് പറയുന്നത്. ദെൻ ചീരോസിൻ്റെ എടുത്തു പറയുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ജാർഖണ്ഡ് ട്രൈബൽ ആളുകളാണ്. ദെൻ അപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന ആർച്ചറി ടീമിന് ചീരോസ് ആർച്ചേഴ്സ് എന്ന് പേര് കൊടുത്തു എന്നുള്ള കാര്യമാണ് ഇവിടെ ദെൻ ലാസ്റ്റ് പറയുന്നത്. അതായത് ഈ പറയുന്ന ചീരോസ് എന്ന് പറയുന്നത് നോർത്ത് ഏരിയാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ജാർഖണ്ഡ് ഏരിയയിൽ മാത്രം പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെ മാത്രം ആളുകൾ അറിയുന്ന ഒരു പേരാണ്. അപ്പോൾ ആ ഒരു പേര് ഇന്ത്യ മൊത്തത്തിൽ അറിയണം. ഇപ്പം ചീരോ ആർച്ചേഴ്സ്, അതുകൊണ്ട് തന്നെ എന്താണ് ചീരോസ് അല്ലെങ്കിൽ ആരാണ് ചീരോസ് എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരിലേക്കും അത് എത്തിക്കണം. ആ ഒരു സിഗ്നിഫിക്കൻസിന് വേണ്ടിയിട്ടാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതായത് കൾച്ചറൽ റിവൈവൽ ഇത് വഴിയായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ഐഡൻറ്റിറ്റി, അതായത് സ്പോർട്സും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള എലിമെൻസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അത് കുറയ്ക്കണം. അതുപോലെ തന്നെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സിമ്പലാണ് ചീരോസ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് പീപ്പിൾക്ക്. അതുപോലെ തന്നെ നാഷണലി സ്പോട്ട് ലൈറ്റിലേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഓൾ ഇന്ത്യയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്തിക്കണം. അപ്പം നമ്മുടെ ജാർഖണ്ഡ് എന്ന് പറയുന്നത് നല്ല നല്ല ആർച്ചേഴ്സ് ഉള്ള ഏരിയ ആണ്. നമ്മുടെ നാഷണൽ ലെവലിലായിട്ടുള്ള ദീപിക കുമാരി അതുപോലെ തന്നെ കൊമാലിക ബാരി ഈ രണ്ടുപേരും ജാർഖണ്ഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ ജാർഖണ്ഡിലായിട്ടുള്ള ട്രൈബൽ പീപ്പിൾസ് ആണ്. അപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ ആർച്ചറിയിലോട്ട് വരണം. ഈ ഒക്കെ ലക്ഷ്യങ്ങളാണ് ഈ ഒരു നെയിം ഇടാനായിട്ടുള്ള കാരണം. അപ്പോൾ ചീര ആർച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർ ആരാണ്? മെദിനി ദേവിയാണ്. അതുപോലെ തന്നെ മെദിനി നഗർ എന്നുള്ളൊരു പേരും ഉണ്ട്. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിനിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു എഡിറ്റോറിയലാണ്. നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. കുറേ സ്കീമുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അറൗണ്ട് ഒരു 69,725 crore rupees-ൻ്റെ ഒരു പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫോർ ഇന്ത്യാസ് ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ തന്നെ മാരിടൈം എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു സമയത്ത് ആ ഒരു ന്യൂസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിക്കേഡ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലാസ്റ്റ് ഡിക്കേഡ്സ് വെച്ച് നോക്കുമ്പോൾ ഫ്യൂവർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് 4.5 million ഗ്രോസ് ടൺ പാക്കേജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സാധനം വഴി, ഈ ഒരു പാക്കേജ് വഴി നമ്മുടെ ടെക്നോളജീസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ഷിപ്പ് യാർഡ് മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കണം. ഹൈ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ന്യൂ പ്ലാൻ എയിം ടു എക്സ്പാൻഡ് കപ്പാസിറ്റി ടു 4.5 million by upgrading shipyard, creating clusters of ancillary industries and offering financial support to ship owners ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ അടുത്തുപോലെ തന്നെ അടുത്തുള്ള ഷിപ്പ് യാർഡുകളാണ് കൊറിയ, ജപ്പാൻ, അതുപോലെ തന്നെ ചൈനീസ് യാർഡുകൾ. ഈ യാർഡുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഫാസ്റ്റ്ലി പുതിയ പുതിയ ഷിപ്പുകൾ ബിൽഡ് ചെയ്യാനായിട്ട് ക്രെയിൻസ് ഉപയോഗിച്ച് ഈ ഷിപ്പിൻ്റെ പാർട്സുകൾ എല്ലാം കമ്പൈൻ ചെയ്യാനും ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യാർഡുകൾ കുറവാണ്. ആ ഒരു യാർഡിങ് കപ്പാസിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് ഈ എഡിറ്റർ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഷിപ്പല്ല ബിൽഡ് ചെയ്യാനായിട്ട് പോകേണ്ടത്, നമ്മൾ ഷിപ്പ് യാർഡുകൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ ഷിപ്പ് യാർഡുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഷിപ്പ് യാർഡുകൾ കൂട്ടിയാലാണ് നമുക്ക് മാസീവ് സ്കെയിലിൽ ഷിപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ഇന്ത്യൻ യാർഡിൻ്റെ ലാക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം 2-3 years എടുക്കും. മാക്സിമം എത്ര വർഷം വരെ പോകുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ലാക്ക് ഓഫ് ആക്സിലറി ഇൻഡസ്ട്രീസ് ആൻഡ്
ട്രെയിൻഡ് മാൻ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ ആൻസിലറി ഇഷ്യൂസും നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ കൂടുതൽ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവർ കൂടി നമുക്ക് ഇവിടെ ആവശ്യമാണ്. അപ്പം നമ്മുടെ സക്സസ്, ഈ പറയുന്ന ഷിപ്പ് ബിൽഡിങ്ങിലുള്ള സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലോങ് ടൈം ഷിപ്പിംഗ് കോൺട്രാക്റ്റുകൾ, അതുപോലെ തന്നെ കോൾ, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ ഗ്രീൻ ഫ്യൂവൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ വഴിയാണ്. അപ്പം നമ്മുടെ ഈ പറയുന്ന ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ പൈസ ചെലവിട്ടാൽ പോരാ, ആ ഒരേ ടൈമിൽ തന്നെ നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെയും ക്വാളിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള മാൻ പവേഴ്സിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിംപ്ലി വായിച്ചു പോകാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് മാത്രമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് വരുന്നത് ഒരു സ്പീഷീസിനെ കുറിച്ചാണ്, അതായത് ബോണറ്റ് മക്കാഗ്. ഈ ഒരു ബോണറ്റ് മക്കാഗിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കാർഡമം പ്ലാന്റേഷൻ, ഇടുക്കി ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ലപോലെ നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസാണ് ബോണറ്റ് മക്കാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണറ്റ് മക്കാഗിൻ്റെ പോപ്പുലേഷൻ കൂടി വരുവാണ്. ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും വന്നു തുടങ്ങുകയാണ്. അതായത് കർഷകർ കൃഷി ചെയ്യുന്ന മേഖലയിലേക്കൊക്കെ ഇവർ വരുവാണ്. അപ്പോൾ മൗണ്ടൈൻ ക്രോപ്പ് ഏരിയാസിലേക്കൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ആ ക്രോപ്പ് നല്ല രീതിയിൽ നശിപ്പിക്കുന്നു, അതിനെ കൂടുതൽ ഭക്ഷിക്കുന്നത് പോരാണ്ട് നശിപ്പിച്ച് കളയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ കർഷകർക്ക് ഇതൊരു പ്രശ്നമാണ്. കാരണം അവരുടെ ലൈവ്ലിഹുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് ക്രോപ്പാണ്. അപ്പം അത് നശിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈവ് ചെയ്യാനായിട്ടുള്ള അവരുടെ ലൈവ്ലിഹുഡിനെ നന്നായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കർഷകർ പറഞ്ഞിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഈ ബോണറ്റ് മക്കാഗിനെ നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെയുള്ള വൈൽഡ് ലൈഫ് അനിമൽ സ്പീഷീസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു സ്പീഷീസിനെ നമ്മളൊരു 1, 2, 3, 4 അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റഗറിയിലെ ഷെഡ്യൂൾ 1 പ്രകാരം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള സ്പീഷീസാണ് നമ്മുടെ ബോണറ്റ് മക്കാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണറ്റ് മക്കാഗിനെ ഷെഡ്യൂൾ 1 നിന്ന് ഷെഡ്യൂൾ 2 ആക്കണമെന്നാണ് ഇവിടെ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഷെഡ്യൂൾ 2 ആക്കുന്ന സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന ബോണറ്റ് മക്കാഗിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചുള്ള കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ ഹൈ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇതിനകത്ത് നമുക്ക് എന്താണ് ബോണറ്റ് മക്കാഗ്, അല്ലെങ്കിൽ ആരാണ് ബോണറ്റ് മക്കാഗ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം നമുക്ക് പ്രിലിംസിൽ ഇങ്ങനത്തെ സ്പീഷീസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് വളരെയധികം നമ്മൾ കാണാറുണ്ട്. മുമ്പത്തെ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ സ്പീഷീസിനെ റിലേറ്റഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ബോണറ്റ് മക്കാഗ് എന്ന് പറയുന്നത് മക്കാഗ റേഡിയാറ്റ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇത് സാഥി എന്നും ഇതിനറിയപ്പെടാറുണ്ട്. മെയിൻലി എൻഡമിക് ടു സദേൺ ഇന്ത്യയിലാണ് ഇത് എൻഡമിക് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അർബോറിയൽ ആണ്. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ക്വാഡ്രാപ്രഡൻ്റ് ആണ്. അതുപോലെ തന്നെ മൾട്ടിമെയിൽ ട്രൂപ്സിലൊക്കെയാണ് കാണപ്പെടുന്നത്. മെയിൻലി ഡയേണൽ ആണ്. ഡയേണൽ മീൻസ് ആക്റ്റീവ് ഡ്യൂറിങ് ഡെയിലി അവേഴ്സ്. ഒരിക്കലും UPSC PYQല് നമ്മൾ ഒരു സ്പീഷീസിനെ കൊടുത്തിട്ട് ഇതിനകത്ത് ഒക്ടേണൽ സ്പീഷീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഡയേണൽ, ഒക്ടേണൽ അങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാം. അപ്പോൾ ഒരു ഡയേണൽ സ്പീഷീസാണ് ബോണറ്റ് മക്കാഗ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നൊക്ടേണലിൻ്റെ ഓപ്ഷനായിട്ടും കൊടുക്കാം. അപ്പോൾ ഈ സ്പീഷീസ് ഡയേണൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ നൊക്ടേണൽ അല്ല, ഡയേണൽ ആണ്. അത് ഡേ ലൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസാണ്. ഹൈലി ആർബോറിയൽ, അതുപോലെ തന്നെ സ്ട്രോങ് സ്വിമ്മേഴ്സ് ആണ്. ദെൻ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി വെയിലി ഫൗണ്ട് ഇൻ ഈ എവർഗ്രീൻ ഹൈ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗട്ട് മൗണ്ടെയ്ൻസിലാണ് ഇതിനെ മെയിൻലി ഫൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡാപ്റ്റഡ് വൈഡ് അറേ ഓഫ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. നമുക്കറിയാമല്ലോ, നോർമലി മങ്കീസ്, മക്കാഗ്സ് ഒക്കെ അവർ ഹാൻഡ് ഗസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫേഷ്യൽ ഗസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് മെയിൻലി ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക, കേരള, മഹാരാഷ്ട്ര, തമിഴ്നാടു, അതുപോലെ തന്നെ
ഗുജറാത്ത് സ്റ്റേറ്റ്സിലാണ് ഇത് കാണപ്പെടുന്നത്. മെയിൻലി ഒമിനിവോറസ് സ്പീഷീസ് ആണ്, അതായത് ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, അതുപോലെ തന്നെ സ്മോൾ സ്പീഷീസ്, സ്മോൾ ഇൻസെക്ട്സിനെയും എഗ്സ്, റെപ്റ്റൈൽസിനൊക്കെ അത് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദെൻ കൺസർവേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് IUCN വൾണറബിൾ ആണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സ്കെഡ്യൂൾ 1 പ്രകാരം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ബോണറ്റ് മക്കാഗോ എന്ന് പറയുന്നത്. നമുക്ക് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് നോക്കാവുന്ന ഒരു ന്യൂസ് ആണിത്. ദെൻ നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് അഫ്സ്പ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അപ്പോൾ ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ള ഏരിയയിൽ നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഹബ്സ എന്ന് പറയുന്നത്. അത് മണിപ്പൂർ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ആൻഡ് നാഗാലാൻഡിലേക്ക് ആ ഒരു സ്ഥലത്ത് 6 മാസം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ന്യൂസ്. അപ്പോൾ നമുക്ക് എന്താണ് ഹബ്സ്പ എന്ന് നോക്കാം. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ആണ് ഹബ്സ്പ എന്ന് പറയുന്നത്. അത് gives armed forces power to maintain public order in disturbed area. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആംഡ് ഫോഴ്സസിന് പവർ കൊടുക്കുന്ന ആക്റ്റാണ് അഫ്സ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്തും ചെയ്യാം, ഫയർ ചെയ്യാം, അതിനെ അടിച്ചൊതുക്കാം, അങ്ങനെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. അതായത് ഫുള്ളി പവർ, ആംഡ് ഫോഴ്സസിന് ഫുള്ളി പവർ കൊടുക്കുന്ന ഒരു ആക്റ്റാണ് ഹബ്സ എന്ന് പറയുന്നത്. ഇത് 1958 ഇത് ഒറിജിൻ ചെയ്യുന്നത്. To address violence in the northeastern state which government struggle to manage. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും ഉണ്ടായിരുന്നു. ഹാസ് എ സെപ്പറേറ്റ് JNK ആംഡ് ഫോഴ്സസ് ആക്ട് 1919 എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഏതെങ്കിലും ഒരു ഏരിയ ഡിസ്റ്റർബ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 5 or more ആളുകളുടെ ഗ്യാതറിങ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻ യൂസ് ഫോഴ്സ് ഓർ ഈവൻ ഓപ്പൺ ഫയർ ആഫ്റ്റർ ഗിവിങ് ഡ്യൂ വാണിംഗ് കൊടുത്തതിന് ശേഷം ഓപ്പൺ ഫയർ ചെയ്യാനായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഹബ്സ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ റിക്കവറി ഓഫ് കൺഫൈൻഡ് ഇൻഡിവിജ്വൽ ഓർ അൺലോഫുള്ളി സ്റ്റോം ആംസ് ആൻഡ് ആമ്യൂണിക്കേഷൻ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോ പേഴ്സൺ ക്യാൻ ബി പ്രോസിക്യൂട്ടഡ്. ഈ ആംസ് ആ ഒരു മേഖലയിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ആർമി ഓഫീസേഴ്സിനെയും പ്രോസിക്യൂട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊന്നും വേണ്ട ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്ത ആളാണെന്ന് ആർമിക്ക് തോന്നുന്ന സമയത്ത് അയാളെ വെടിവെച്ച് കൊല്ലാനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊന്നും ആവശ്യമില്ല. ഇത് മെയിൻലി 3 ആർമഡ് ഫോഴ്സസിനാണ് ഇത് അപ്ലൈ ആയിട്ടുള്ളത്. പാരാമിലിറ്ററി ഫോഴ്സസ് സച്ച് ആസ് CRPS, BSF ഇവർക്കൊക്കെയാണ് ഇതിൻ്റെ പവർ ഉള്ളത്. ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ഡിക്ലെയർഡ് ബൈ നോട്ടിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ അഫ്സ്പ. ദെൻ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവർണർ, യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റേഴ്സിനാണ് ഒരു ഏരിയനെ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ ഉള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ന്യൂസ് വെച്ചിട്ട് നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ് നമ്മളിപ്പോൾ ഒരു മാസത്തോളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈസ് ഇൻക്രീസിങ് ടാരിഫ് ഡേ ബൈ ഡേ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ കുറച്ച് പുതിയ ടാരിഫ് കൂടി കൊണ്ടുവരാനായിട്ട് തോന്നി. അങ്ങനെ കുറച്ച് പുതിയ ടാരിഫ് കൂടി കൊണ്ടുവന്നു. അതായത് കുറച്ച് ഫാർമസ്യൂട്ടിക്കൽസ്, ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസിനൊക്കെ ഒരു 100% അങ്ങോട്ട് ടാരിഫ് കൊണ്ടുവരാമെന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി. അങ്ങനെ അദ്ദേഹം 100% താരിഫ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ കുറച്ച് താരിഫൊക്കെ വേറെ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ന്യൂസിൽ വന്നു, നമ്മളത് നോക്കുന്നേ ഉള്ളൂ. അതായത് 100% ഫോർ ബ്രാൻഡഡ് ഓർ പേറ്റൻറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് അൺലെസ് ദ ഫിർം ഈസ് ബിൽഡിംഗ് എ പ്ലാന്റ് ഇൻ US. അമേരിക്കയിലെ ഒരു പ്ലാന്റ് ഇല്ല, വേറെ ഏത് കൺട്രിയിലെ ആയാലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു മരുന്നാണ് അത് അമേരിക്കയിൽ അതിൻ്റെ ബ്രാഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും കുറച്ചില്ല, 100% ഇരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് 25% താരിഫ് ഓൺ ഹെവി ഡ്യൂട്ടി ട്രക്സ്. മെയിൻലി അതിൻ്റെ കീ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് മെക്സിക്കോ, കാനഡ, ജപ്പാൻ, ജർമ്മനി, ഫിൻലാൻഡ് ഒക്കെയാണ്. ദെൻ 30 to 35% താരിഫ് ഓൺ ഹൗസ് ഹോൾഡ് ഫർണിച്ചേഴ്സ്, കിച്ചൺ ക്യാബിനറ്റ്, ബാത്റൂം വാനിറ്റീസ്, അതുപോലെ തന്നെ അൺഹോസ്റ്റഡ് ഫർണിച്ചേഴ്സ്. ഇതിനൊക്കെ ഇരിക്കട്ടെ, കുറച്ച് കൂട്ടുക, അത് തന്നെ.
ദെൻ അപ്പോൾ ബാക്കി രാജ്യങ്ങളൊക്കെ ഇതിനെ പോയി നോക്കി കാണുന്നത് എന്താ, അതായത് ട്രംപിന് ഇത് ഒരു ഫോറിൻ പോളിസി ടൂളായിട്ടാണ് ഈ താരിഫിനെ ഉപയോഗിക്കുന്നത്. അതായത് പുള്ളി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ താരിഫ് കൂട്ടാം. അദ്ദേഹത്തിന്റെ ഒരു ടൂളായിട്ട് മാറിയിരിക്കുകയാണ്. മെയ്ഡ് ദ ലെവീസ് എ കീ ഫോർ foreign policy tool, using them to renegotiate trade deals, extract concession and expert political pressure on other countries. His administration had tortured tariff as a significant revenue source, with the Treasury Secretary saying ഇത്രയും വർഷങ്ങളോളം എടുത്തു എന്നുള്ളത്. അപ്പം അവർ ഈ താരിഫ് കൂട്ടുന്നതിന് ഇയാൾ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് എന്താ, അതായത് ഇങ്ങനെ പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് പുറത്തുനിന്നുള്ള ആളുകളുടെ സാധനങ്ങളും എല്ലാം കൂടിയിട്ട് അവിടെ അങ്ങോട്ട് കുമിഞ്ഞു കൂടി, അപ്പോൾ അവിടെ ഒരു ബൾക്ക് ഓഫ് ആയിട്ട് വന്ന് കിടക്കുവാണ്. ഫ്ലഡിങ് ഓഫ് ദീസ് പ്രൊഡക്റ്റ് ഇൻ ടു ദ US ബൈ അതർ കൺട്രീസ്. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒഴുക്കൊക്കെ ഒന്ന് കുറയ്ക്കണം, അതുകൊണ്ട് കുറച്ച് താരിഫ് അവർക്ക് വെക്കാമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിട്ടാൽ മതി, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒന്നുമല്ല. ദെൻ നമ്മൾ ലാസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ബാൻ ഓൺ ഫയർ ക്രാക്കേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ദീപാവലി സീസൺ വരാൻ പോവാണ്. അപ്പോൾ എവറി ദീപാവലി സീസൺ വരുന്ന ഒരു ന്യൂസാണ് ബാൻ ഓൺ ഫയർ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പടക്കം പൊട്ടിക്കാറുണ്ട്, നമ്മൾ വിഷു ദീപാവലിക്കൊക്കെ പൊട്ടിക്കുന്ന പടക്കം. ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. മെയിൻലി ഡൽഹി ഏരിയാസിലാണ് ഫയർ ക്രാക്കേഴ്സിൻ്റെ ഇഷ്യൂസൊക്കെ കൂടുതൽ വരുന്നത്. കാരണം ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ എന്തിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞേ, എയർ പൊല്യൂഷൻ ഇൻ ഡൽഹി, സ്മോഗ് കൂടും, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ട്രെയിനൊക്കെ നടത്താറുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ കാരണം വരുന്നത് ഈ പറയുന്ന ദീപാവലി സീസണിലൊക്കെ നല്ല രീതിയിൽ ക്രാക്കേഴ്സ് ബേൺ ചെയ്യും. ക്രാക്കേഴ്സ് ബേൺ ചെയ്ത് എയറൊക്കെ നല്ല രീതിയിൽ പൊല്യൂട്ടഡ് ആവും. അപ്പോൾ ഈ പറയുന്ന ദീപാവലി സീസണൊക്കെ ആകുമ്പോൾ ഹെവി ഇതിലാണ് ക്രാക്കേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ്, ഈ ക്രാക്കേഴ്സ് ബാൻ റിലേറ്റഡ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്ക് ക്രാക്കേഴ്സിനെ ഫുള്ളി ബാൻ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഒരു മൈനിങ് ബാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മൈനിങ് ബാൻ ചെയ്തപ്പോൾ അത് മാഫിയ ഇടപെട്ട് അത് കൂടുക ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഫയർ ക്രാക്കേഴ്സിനെ ഒറ്റയടിക്ക് നമുക്ക് ബാൻ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ബാൻ ചെയ്യുന്ന സമയത്ത് അത് വേറെ രൂപത്തിൽ കുറച്ചുകൂടി മോശമായിട്ടുള്ള രീതിയിൽ വരാനൊക്കെ ആയിട്ടുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ എത്തിക്കൽ സൈഡ് കൂടി നോക്കണം. ഈ ഫയർ ക്രാക്കേഴ്സ് ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ അത് വിറ്റിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഈ ആളുകൾക്ക് ഈ പറയുന്ന സമയത്തും അല്ലെങ്കിൽ അവർക്കും ജീവിക്കണം. അപ്പോൾ അവിടെ ഒരു എത്തിക്കൽ കൺസേൺ കൂടി നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഇതൊന്നും ബാൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് നമ്മുടെ എക്കണോമീനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, ആളുകളുടെ ലൈഫിനെ ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ബാൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ലൈറ്റ് ടു ഏൺ എ ലൈവ്ലിഹുഡ് ഇൻ ദ ഫയർ ക്രാക്കേഴ്സ് ഇൻഡസ്ട്രി വുഡ് coexist with the right to clean environment without suffering from after effects of air pollution. അതായത് റൈറ്റ് ടു ലൈഫ്, അതുപോലെ തന്നെ ക്ലീൻ എയർ ഉണ്ടാവുക അല്ലെങ്കിൽ ക്ലീൻ എൻവയോൺമെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആണ്. അതുപോലെ തന്നെ അത് വിൽക്കുന്ന ആളുകളുടെ റൈറ്റ് ആണ് ലൈറ്റ് ടു ഏൺ എ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പം രണ്ടും നമുക്ക് കളയാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഓൾട്ടർനേറ്റീവാണ് ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. ഒരു 2-3 years ആയിട്ട് നമ്മൾ പ്രിലിംസിലൊക്കെ കണ്ടുവരുന്ന, അതുപോലെ തന്നെ UPSC സിലബസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ ക്രാക്കേഴ്സ്, അതായത് എയർ പൊല്യൂഷൻ വരുന്ന സൾഫർ കണ്ടന്റുകളും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ കുറയ്ക്കുക, എയർ പൊല്യൂഷൻ കുറച്ചിട്ടുള്ള രീതിയിലുള്ള ക്രാക്കേഴ്സാണ് ഗ്രീൻ ക്രാക്കേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഈ ഒരു ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത് എന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്തതെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് നിർത്താം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ MiG-21 ഫൈറ്റർ ജെറ്റ്സ് ഡീകമ്മീഷൻ ചെയ്തു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീരോ ആർച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതായത് ജാർഖണ്ഡിലുള്ള ഒരു ലെജൻഡറി ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ചീരോ ആർച്ചേഴ്സ്. അവരെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഗ്രേഡിങ് ഷിപ്പ് യാർഡ്സിനെ കുറിച്ച് സംസാരിച്ചു. അതായത് ആ ഒരു എഡിറ്റോറിയലാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോണറ്റ് മക്കാഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കാറ്റഗറി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഹബ്സ്പ എന്ന് പറയുന്ന ഒരു ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂ താരിഫ്സ് ബൈ USA, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ താരിഫ് കൊണ്ടുവന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കി. ദെൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാൻ ഓൺ ഫയർ ക്രാക്കേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരുന്നുള്ളൂ, കാരണം സാറ്റർഡേക്ക് ആകുമ്പോൾ നോർമലി കുറവാണ്. ദെൻ നാളെ സൺഡേ ആണ്. നാളെ നമുക്ക് എല്ലാ ദിവസവും പോലെ ന്യൂസ് ഇല്ല. ന്യൂസ് പേപ്പറിലായാലും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കൂടുതലായിട്ടും കുറച്ച് സ്പോർട്സ് ന്യൂസും ദെൻ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ന്യൂസസൊക്കെ ആയിരിക്കും കൂടുതൽ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിക്കറിങ് ആണ്. ദ നെക്സ്റ്റ് ഡേയിലും അതിൻ്റെ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലെയിൻസും എഡിറ്റോറിയൽസും ഒക്കെ വരുന്നതാണ്. ദെൻ ഒരു ന്യൂസ് നിങ്ങൾ മിസ്സാവുമെന്നുള്ളൊരു പേടി വേണ്ട, കാരണം നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ദെൻ റിപ്പീറ്റിംഗ് ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ പിന്നീടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.